ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിണ്ണിലെ നക്ഷത്രങ്ങൾ ഭൂമിയോട് കിന്നാരം ചൊല്ലിയവരാണ് ക്രിസ്തുമസ്. മാലാഖമാരുടെ സ്വർഗീയ ഗാനത്തിന്റെ അകമ്പടിയോടെ മറിയത്തിന്റെയും യൗസേപ്പിന്റെയും മകനായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മാനവരക്ഷകനായി ദൈവം വന്നുപിറന്നു. ഈശോമിശിഹായുടെ ജനനം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. പാപം ചെയ്ത മനുഷ്യരെ പറുദീസയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തതായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഈ വാഗ്ദാനമാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന ഈശോമിശിഹായിലൂടെ പൂർത്തിയായത്. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. എങ്ങനെയാണ് ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമായി മാറുന്നത്? ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്തുമസിന് നമുക്ക് കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയായി ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നപ്പോഴും മാലാഖമാർ പാടിയതിന്റെ അർത്ഥം ഇതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. 1000 പുൽക്കൂട്ടിൽ 1000 ഉണ്ണികൾ പിറന്നാലും എന്റെ ചെങ്കിൽ അവനിടമില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് വെറുതെയാണ്. പരസ്പരം സ്നേഹിക്കാനും പ്രത്യാശ പരത്താനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശു പിറക്കുന്നത്. ഉണ്ണീശുയുടെ തിരപ്പിറവയ്ക്കായി ഒരുങ്ങുന്ന ഏവർക്കും എൻ്റെ ഹൃദയം തരുന്ന ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ക്രൈസ്റ്റ്.